ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പിരാന്തയിക്കണം എന്നാൽ എനിക്ക് അയക്കണം. ഇത് നമ്മളെ ഇപ്പി മലയാളി എന്ന് പറഞ്ഞ ചെങ്ങായി വീഡിയോ സ്ഥിരമായിട്ട് നമ്മളെ പിരാന്താക്കി ഒരു കഥട്ടാ. നമ്മളെ ചെങ്ങായിൻ്റെ വീഡിയോ ഫുള്ള് കാണും. എന്നിട്ട് നമുക്കൊരു ഭ്രാന്ത് തോന്നിക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ടെററിയാണത്. ഇതൊരു 7 മാസം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ നമുക്കൊരു 3.5 മാസം ഇത് നോക്കാൻ കഴിയില്ല. അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോയതാട്ടാ. ഇതൊന്നും നമുക്ക് പുതുക്കി പണിഞ്ഞാൽ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഒരു 8 കാലം കണ്ടില്ലേ? ഇതൊന്നും നമ്മളതിൽ പിടിച്ചിട്ടല്ലട്ടാ. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മോശമാണ് ഇട്ടെടുക്കൽ വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണത്. അതുപോലെ തന്നെ വേറെയും കുറേ ജന്തുക്കൾ ഇതിലുണ്ടായിരുന്നു. നമ്മളിത് തുറന്നു നോക്കിയപ്പോൾ അത് വീഡിയോൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടെററിയത്തിൻ്റെ വീഡിയോ നിങ്ങൾ ഇതിന് മുമ്പും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചെയ്ത് വീഡിയോ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളും അതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതും അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയതും. ഒരു 53 വർഷം മുമ്പ് ഡേവിഡ് ലാറ്റിമർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ടെററിയം ചെയ്തിട്ട് ഇപ്പോഴും അത് തുറക്കാതെ അത് ജീവിച്ചുകൊണ്ടിരിക്കട്ടെ. അതിലുള്ള എക്കോസിസ്റ്റം ജീവികൾക്ക് വളരെ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മഴ സ്വയം പെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ടെററിയത്തിനെ പറ്റി പറയുമ്പോൾ. നമ്മളെ ഭൂമിയായിട്ട് ഏറ്റവും വലിയ ടെററിയം എന്ന് പറയുന്നത് നമ്മളെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ടെററിയം. നമുക്കറിയാം നമ്മളെ ഭൂമിയിൽ മാത്രമേ വെള്ളമുള്ള എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെ ജീവനുകൾ ഉണ്ടാവും എന്നുള്ള സാധനം. അതുപോലെ തന്നെയാണ് ടെററിയത്തിൻ്റെ ഉള്ളിലും എല്ലാ ജീവികൾക്കും വസിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള വലുപ്പങ്ങൾ കാണും. അതായത് ഒരു ജീവന് അതിൻ്റെ ഉള്ളിൽ വസിക്കാനുള്ള വലുപ്പം കൂടി അതിൻ്റെ അനുസരിച്ച് വേണം. അപ്പോൾ എന്തോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഭൂമി ഗ്ലാസ് ബോൾ പോലെയാണോ എന്ന്? അല്ല, തികച്ചും വ്യത്യാസമാണ്. പക്ഷേ നമ്മളെ ഭൂമിയിൽ ഗ്ലാസ് ബോൾ പോലെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സോളാർ സിസ്റ്റം ആട്ടാ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ഈ ചെറിയ 8 കാലിന് കണ്ടില്ലേ? കാണാൻ ഭയങ്കര ചുരുക്കട്ടാ. പിന്നെ മൊട്ടുസോജിൻ്റെ മുനൻ്റെ അത്ര പോലും ഇല്ല. അത്രയും ചെറിയ സാധനമാണ്. പക്ഷേ കാണാൻ നൈസാണ്. മഴക്കാലത്ത് മാത്രം അവനെ കാണൂട്ടാ. വേനൽക്കാലമായി കഴിഞ്ഞാൽ അവൻ്റെ പൊടി പോലും ഈ പരിസരത്ത് കാണില്ല. അപ്പോൾ അവനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇനി ഒരു ജീവിനെ കാണിച്ചാൽ അതിനെ കണ്ടിട്ട് എന്താ മനസ്സിലാവുണ്ടെങ്കിൽ പറയട്ടെ, കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ വായ്ത്തളം നിർത്തിയാണ് നമ്മൾ നേരെ ടെററിയത്തിനെ പണി തുടങ്ങിയിട്ടാ. ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ജീവികളെ ഇന്ന് കിട്ടിയിട്ടാ. അതിൻ്റെ കൂടുതൽ നമുക്ക് കൽക്കുഞ്ഞനും കൂടി കിട്ടി. നമ്മുടെ നാട്ടിൽ കൽക്കുഞ്ഞൻ എന്നാ പറയുക. നമ്മുടെ നാട്ടിൽ എന്താ പറയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാ. പിന്നെ ആളൊരു കുഞ്ഞനാണെങ്കിലും ഇവൻ്റെ ഉമ്മക്കലിൽ നല്ല ചൊയയാണ്, നല്ല നേക്കാ. കിട്ടിയവർക്ക് അറിയുണ്ടാവും അതിൻ്റെ വേദന എങ്ങനെയാണ്, ചൊയ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിനെ കയ്യിലിട്ട് കളിച്ചിക്കാണെങ്കിൽ നേരെ ഒഴിവാക്കിയാണ്ട് മോസ് എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ വീടിൻ്റെ തന്നെ മതിൽമുള്ള മോസായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ടെററിയത്തിൽ കുറേ ജന്തുക്കൾ വന്ന് പെട്ടുന്നത്. നമുക്ക് നമ്മളെ ടെററിയത്തിൽ നിന്ന് കിട്ടിയത് കുറേ മണ്ണിര, അതുപോലെ തന്നെ കുറേ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ജീവികൾ, ചെറിയ ഒച്ചികൾ, അതുപോലെ തന്നെ ചലന്തി. ഇപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഗതിയാണ് ഈ കൽക്കുഞ്ഞന്. അങ്ങനെ നമ്മളെ ടെററിയത്തിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടാ. ഈ ഗ്ലാസ് നമ്മൾ കുറച്ച് വെള്ളം ചളിയൊക്കെ ഉണ്ട്. അതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കി എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടാ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തോളി. ലൈക്കല്ലേ, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിന് മേലെ ഈ വെള്ളത്തുള്ളിയായിട്ട് നിൽക്കുന്നത് മൊത്തം ഇതിന് മേലോട്ട് ബാഷ്പീകരിച്ച് പോയ വെള്ളട്ടാ. ഇനി ഇത് മഴയായിട്ട് താഴത്തോട്ട് തന്നെ വരും. നമ്മളിതിൽ കുറേ സ്പ്രിംഗ് ടൈൽസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പ്രിംഗ് ടൈൽസ് എന്താണെന്ന് വെച്ചാൽ ഈ ജീവികൾ തന്നെ, ഈ വെള്ള പൊട്ട് പോലെ കാണുന്ന ജീവികൾ തന്നെയാണ്. ഇത് നമ്മളെ എല്ലാ പരിസ്ഥിതിയിലൊക്കെ ഉള്ളതിനായിട്ട് നമ്മൾ ചളിയുള്ള ഭാഗത്ത്, ഇതുപോലെ തന്നെ ഈ പായൽ പൂപ്പിലൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടാവും ഈ സ്പ്രിംഗ് ടൈൽസ്. ഇതിന് പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. നമുക്കിത് ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടിയത്. ടെററിയം ക്ലീനാക്കി അതിൻ്റെ വേസ്റ്റ് ഒക്കെ തിന്ന് ജീവിക്കണ സാധു ജീവിനെ നിങ്ങൾക്കായിരിക്കും വേണമെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് ചോളി നിങ്ങളെ ടെററിയം ചെയ്യുന്ന ഫ്രണ്ട്സിന് അയച്ചും കൊടുത്താളി. പിന്നെ നിങ്ങൾക്കായിരിക്കും ടെററിയം വേണമെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് ചോളി. ഞാൻ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞുതരാം.